ഹലോ മക്കളെ. അപ്പോൾ മിസ്സിൻ്റെ 5ാം ക്ലാസ്സിലെ കുഞ്ഞു മക്കളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മിസ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ മിസ്സിൻ്റെ പേര് ദർശന എന്നാണ്. അപ്പോൾ കെമിസ്ട്രിയാണ് മിസ്സ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ, ഇപ്പോൾ എന്തിനായിരിക്കും മിസ്സ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങളുടെ മനസ്സിൽ എന്തായാലും ഒരു ചിന്ത വന്നിട്ടുണ്ടാവും. അപ്പോൾ മക്കളെല്ലാവരും ഇപ്പോൾ 5ാം ക്ലാസ്സിൽ നന്നായിരുന്നു പഠിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് 6ാം ക്ലാസ്സിൽ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഒപ്പം ചേർന്ന് പഠിക്കാൻ ഒരു ആഗ്രഹമുണ്ടോ? അപ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു അവസരമായിട്ടാണ് മിസ്സ് ഇന്ന് വന്നിട്ടുള്ളത്. അതായത് ഒരു ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് മക്കൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമല്ലേ, എന്താണ് ഈ ഫൗണ്ടേഷൻ കോഴ്സ്? പേരൊന്നും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കോഴ്സാണ്. അതായത് മക്കൾക്ക് എന്തായാലും ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ. അതായത് ചിലർക്ക് ഡോക്ടർ ആവണം എന്നായിരിക്കും, ചിലർക്ക് നല്ലൊരു എഞ്ചിനീയർ ആവണം എന്നായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വല്ല സയൻറ്റിസ്റ്റ് ആവണമെന്നോ അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ മക്കളുടെ എല്ലാവരെയും മനസ്സിലുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ വെറുതെ +2 കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചിട്ടോ ഒന്നും ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റില്ല അല്ലേ. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ എന്ത് ചെയ്യണം? ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം അല്ലേ. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലിരുന്ന് മനസ്സിലിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ആയി തീരാനായിട്ട് പറ്റില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ചെറുപ്പം തൊട്ട് തന്നെ, ചെറിയ ക്ലാസ് മുതൽ തന്നെ, ബേസ് തൊട്ട് തന്നെ ഇതെല്ലാം നമ്മൾ പഠിച്ചു തുടങ്ങണം അല്ലേ. അപ്പം അങ്ങനെ ബേസ് തൊട്ട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളുടെ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങൾ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കാണാറുണ്ടായിരിക്കും അല്ലേ. അപ്പം നമ്മളുടെ മെസ്സി ആണെങ്കിലും റൊണാൾഡോ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ സച്ചിൻ ആണെങ്കിലും ഇവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നാണോ നല്ലൊരു ഫുട്ബോൾ പ്ലെയറും നല്ലൊരു ക്രിക്കറ്ററൊക്കെ ആയി മാറിയിട്ടുള്ളത്? ഒരിക്കലും അല്ല അല്ലേ. അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവർ കുറേ തവണ കളിച്ചും അങ്ങനെയൊക്കെ ഇവരെന്ത് ചെയ്ത് കുറേ പ്രാക്ടീസൊക്കെ ചെയ്തിട്ടാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്? ഇന്നിപ്പോൾ അതേ അറിയപ്പെടുന്ന നല്ല ഫുട്ബോൾ പ്ലെയേഴ്സും അതേപോലെ തന്നെ നല്ല ക്രിക്കറ്റ് പ്ലെയേഴ്സൊക്കെ മാറിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെ കാര്യവും. നമുക്ക് നല്ലൊരു ഡോക്ടർ ആവണമെങ്കിലും എഞ്ചിനീയർ ആവണമെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെറുപ്പം തൊട്ട് തന്നെ, ചെറിയ ക്ലാസ് തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്ന കോഴ്സ് ഉള്ളത്. അപ്പോൾ നമ്മളുടെ ബ്രില്യൻറ്റിൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സാം നടത്തുന്നത് സെപ്റ്റംബർ 29 ഓഫ്ലൈനായിട്ടും, ഇനിയിപ്പോൾ ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒക്ടോബർ 27 ഓൺലൈനായിട്ടും ഈ ഒരു എക്സാം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ എക്സാമിൽ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്സ് ഉണ്ട്, അതുപോലെ തന്നെ ബയോളജിയും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ മിസ് ഓൾറെഡി കെമിസ്ട്രി ആണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ മിസ് ഏത് സബ്ജക്റ്റിൻ്റെ സിലബസ് പറയാനായിരിക്കും വന്നത് എന്നുള്ള കാര്യം മക്കൾക്ക് ഓൾറെഡി ക്ലിയർ ആയിരിക്കും. അപ്പോൾ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു എക്സാമിന് വേണ്ടി എന്താണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരേ ഒരു ചാപ്റ്റർ മാത്രമേ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളൂ. അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. മക്കൾ ഓൾറെഡി 4th-ലും 5th-ലും ഒക്കെ ആയിട്ട് പഠിച്ചിട്ട്, 3rd-ലും 4th-ലും 5th-ലും ഒക്കെ പഠിച്ചിട്ടുള്ള വളരെ ബേസിക് ആയിട്ട് കെമിസ്ട്രി പഠിക്കുമ്പോൾ വളരെ ബേസിക് ആയിട്ട് മക്കൾ പഠിക്കുന്ന ഒരു ചാപ്റ്റർ മാത്രമേ ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളൂ കേട്ടോ. മാറ്റർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി മക്കൾക്ക് അറിയാം എന്തായിരിക്കും അതിൽ പഠിക്കാനായിട്ടുണ്ടാവുക. ആദ്യം നിങ്ങൾ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വെക്കുക. വാട്ട് ഈസ് മാറ്റർ എന്നുള്ള ഒരു കുഞ്ഞ് ഐഡിയ മക്കൾ ഉണ്ടാക്കി വെക്കുക. അതേപോലെ തന്നെ മാറ്റർ എന്ന് പറയുന്ന ആൾ എന്തുകൊണ്ടാണ്, എന്ത് വെച്ചിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളതെന്ന് ഒന്ന് അറിഞ്ഞു വെക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഉണ്ട് അല്ലേ. 3 സ്റ്റേറ്റ് ഉണ്ട് നമ്മളുടെ മാറ്ററിന്. അപ്പോൾ ഏതൊക്കെയാണ് ആ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഏതൊക്കെയാണെന്ന് മക്കൾക്ക് ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഏതൊക്കെയാണ്? നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് സ്റ്റേറ്റുകളാണ് ആ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ വരുന്നത് അല്ലേ. അപ്പോൾ ആ 3 സ്റ്റേറ്റ് ഏതൊക്കെയാണ്? അതേപോലെ തന്നെ ഈ 3 സ്റ്റേറ്റുകൾക്ക് ഓരോ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ എക്സാമ്പിൾസ് ഒന്ന് നിങ്ങൾ നോക്കി വെക്കണം. അതുപോലെ തന്നെ പിന്നെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 3 സ്റ്റേറ്റുകൾക്കും കുറച്ച് പ്രത്യേകതകളുണ്ട് അല്ലേ. ഇവരുടെ വോളിയം ആണെങ്കിലും മാസ് ആണെങ്കിലും ഇവരുടെ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻ്റ് ആണെങ്കിലും ഇതിലൊക്കെ എന്തുണ്ട്? കുറച്ച് പ്രത്യേകതകളുണ്ട് ഈ ഓരോ സ്റ്റേറ്റുകൾക്കും. അപ്പോൾ എന്ത് ചെയ്യുക? ആ സോളിഡിൻ്റെയും ലിക്വിഡിൻ്റെയും ഗ്യാസിൻ്റെയും ഒക്കെ ആ ഒരു പ്രോപ്പർട്ടീസ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. പിന്നെ വരുന്നത് എങ്ങനെയാണ് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് എങ്ങനെ നമുക്ക് കൺവേർഷൻസ് നടത്താം. സോളിഡ് ലിക്വിഡ് ആക്കുന്നത് എങ്ങനെയാണ്, ലിക്വിഡ് ഗ്യാസ് ആക്കുന്നത് എങ്ങനെയാണ്, ഗ്യാസ് സോളിഡ് ആക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്ത്
ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ ഓരോ സ്റ്റേറ്റ് ചേഞ്ചുകൾക്കും ഓരോ പേരുകൾ പറയും അല്ലേ. കണ്ടൻസേഷൻ, ഇവാപറേഷൻ, സോളിഡിഫിക്കേഷൻ, ഡെപ്പോസിഷൻ, സബ്ലിമേഷൻ എന്നൊക്കെ ഓരോ പേരുകൾ പറയുമല്ലോ. ആ പേരുകളും ഓരോ സ്റ്റേറ്റും ചേഞ്ച് ചെയ്യുമ്പോഴുള്ള ആ നെയിമുകൾ ഉണ്ട് അല്ലേ. ആ നെയിമുകൾ കൂടി എന്ത് ചെയ്യണം മക്കൾ കറക്റ്റായിട്ടൊന്ന് ഓർത്ത് വെക്കണം. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ആകെ പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ മക്കൾക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ, ഇത് പഠിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി 5ലെ മക്കളാണ് അല്ലേ, 5ലെ കുഞ്ഞു മക്കളാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഫുൾ ടൈം ഒന്നും ഇരുന്ന് പഠിക്കില്ല എന്നുള്ള കാര്യം മിസ്സിനും അറിയാം. നിങ്ങൾ എന്തായാലും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കളിക്കാൻ പോകും, ചിലപ്പോൾ TV കാണുന്നുണ്ടാവും, കാർട്ടൂൺസ് കാണുന്നുണ്ടാവും, അതുപോലെ ഫോണിൽ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇതൊക്കെ ചെയ്യണതിൻ്റെ ഇടയിൽ ഒരു കുറച്ച് സമയം എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ എന്ത് ചെയ്യുക, മക്കൾ ജസ്റ്റ് ഈ ഒരു ചാപ്റ്റർ ഒന്ന് എടുത്ത് വായിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നല്ല ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു ചാപ്റ്റർ വേഗം മക്കൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മളുടെ ഡോക്ടർ അതുപോലെ എഞ്ചിനീയർ ഇങ്ങനെയൊക്കെ അതുപോലെ എന്താവണമെന്ന് ആഗ്രഹമുള്ള മക്കളാണെങ്കിലും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബ്രില്യൻറ്റിൻ്റെ കൂടെ ചേർന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, എന്നും ഈ ജസ്റ്റ് ഈ ഒരു ചാപ്റ്റർ ഒന്ന് എടുത്തൊന്ന് ബുക്കൊന്ന് മറച്ചൊക്കെ നോക്കി നന്നായി ഇരുന്ന് പഠിച്ച് ഈ ഒരു എക്സാം എല്ലാവരും ക്രാക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ബ്രില്യൻ്റെ കൂടെ തന്നെ വന്നിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായി പഠിക്കുക, എക്സാം നല്ല അടിപൊളിയായിട്ട് എഴുതാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.